ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ശ്രീകാന്ത് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടെയാണ് വന്നിരുന്നത്. അത് സഫലീകരിച്ചിട്ട് മാത്രമേ ഇനി കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നു, ഇനി കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്നുള്ളൂ എന്ന് പുള്ളിക്കാരൻ വർഷയോടും മഹിമയോടും ഒക്കെ പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഓർത്തുകൊണ്ട് തന്നെ മഹിമ ഒരു ബാങ്ക് ചെക്കുമായിട്ട് ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്നു. ശ്രീകാന്ത് ഇത് വേണ്ട എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും മഹിമ കേട്ടില്ല. അവർ പറയുന്നത്, വർഷ ഞങ്ങൾക്ക് ഒറ്റ മകളാണ്, അവൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, കുട്ടികളുടെ കാര്യം ലേറ്റ് ആക്കരുത്, അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ഉപദേശിക്കും. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി, ഞാൻ ലോൺ എടുത്തിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതാണെന്ന് ശ്രീകാന്ത് തറപ്പിച്ചു പറഞ്ഞിട്ട് മഹിമ വിട്ടുകൊടുത്തില്ല. തനിക്കിവിടെ സാലറിക്ക് കുറവല്ലേ, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കുട്ടി കൂടി ഉണ്ടാവണം പ്ലീസ് ശ്രീകാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ചെക്ക് അവർ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ അവരവിടെ നിന്നും പോവാണ്. ശ്രീകാന്ത് എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹിമ അത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതെ സങ്കടത്തോടെ അവിടെ നിന്നും നടന്നുപോയി. മഹിമയുടെ മുഖത്തെ ആ സങ്കടം കണ്ടപ്പോൾ ശ്രീകാന്തിനും വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. അവർ തന്റെ കൊച്ചുമകനെ കാണാനുള്ള കൊതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ മഹിമയോട് ദേഷ്യപ്പെട്ടതൊന്നുമില്ല. എങ്കിലും ആ ചെക്ക് തിരികെ കൊടുക്കാൻ ശ്രീകാന്ത് അവരുടെ പുറകെ ഓടിപ്പോയി. എങ്കിലും അവരത് വാങ്ങാതെ അവിടെ നിന്നും പോയി. പിന്നീട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയ ശ്രീകാന്ത് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എടാ ഞാൻ ഇപ്പൊ തന്നെ വരാം, നീ ഈ ജോലിയൊക്കെ ഒന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞ് അയാൾ കൂട്ടുകാരനോട് ചോദിക്കാണ്. വർഷയുടെ അമ്മ വന്നിട്ട് എനിക്ക് ചെക്ക് തന്നിട്ട് പോയി എന്ന് പറഞ്ഞപ്പോ, ഓ നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഭാഗ്യം തെളിഞ്ഞല്ലോടാ, എന്നാ പിന്നെ എളുപ്പം തുടങ്ങടാ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഏയ് ഈ കാശൊന്നും വെച്ചിട്ട് ഞാൻ തുടങ്ങില്ല, എനിക്ക് ലോൺ എടുത്തിട്ട് സ്വന്തമായി തുടങ്ങാനാണ് ആഗ്രഹം എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ, എടാ വർഷയുടെ വീട്ടുകാർ തന്നു എന്ന് വെച്ചാൽ ആ പൈസയ്ക്ക് നിനക്കും അവകാശമുണ്ട്, അതിൽ നീ കുറച്ചിലൊരിക്കലും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ ശ്രീകാന്ത് അത് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. ഇതെനിക്ക് സ്ത്രീധനം വാങ്ങുന്നതിന് തുല്യമാണ്, എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ ഇപ്പൊ തന്നെ വരാടാ, നീ ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. ഇതിനെല്ലാം കാരണം വർഷയാണ്, അവളോട് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പിറുപിറുത്തുകൊണ്ടായിരിക്കട്ടെ അവൻ അവിടെ നിന്ന് നേരെ വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. അവിടെ വർഷ ഡബ്ബിങ്ങിന്റെ തിരക്കിലായിരുന്നു. ശ്രീകാന്ത് പുറത്തു നിന്ന് കുറെ തവണ വിളിക്കുന്നുണ്ടെങ്കിലും റെക്കോർഡിങ്ങിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ അവൾ ഫോണൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഒടുവിൽ ഡയറക്ടർ സാർ തന്നെ പറഞ്ഞു, വർഷ അർജന്റ് ആണെങ്കിൽ ഫോൺ എടുത്തോ, പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊടുത്തിന് അവൾ ആ ഫോൺ മാറ്റിവെച്ചു. ശ്രീകാന്ത് വീണ്ടും വിളിച്ചതിന് കിട്ടാതായപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം കയറിയിട്ട് അവൻ നേരെ സ്റ്റുഡിയോന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ചെന്നു. അവിടെയുള്ളവർ, സർ കയറാൻ, സർ അതിൻ്റെ ഉള്ളിലേക്ക് കയറല്ലേ, അവിടെ ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് അതൊന്നും തന്നെ ചെവി കൊണ്ടില്ല. റെക്കോർഡ് റൂമിലേക്ക് കയറി ചെന്ന് കൊടുത്തിട്ട് അവൻ വർഷയുടെ മുഖത്തേക്ക് ആ ഒരു ചെക്കങ്ങ് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോയി. വർഷയ്ക്ക് ആ സമയത്ത് ആകെ നാണക്കേടായി. അവൾ പറയുന്നുണ്ട്, ശ്രീകാന്തിന് എന്താ ബോധമില്ലേ, ഇവിടെ റെക്കോർഡിംഗ് നടക്കുകയാണെന്ന് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ദേഷ്യപ്പെടും. പക്ഷേ ശ്രീകാന്ത് അതൊന്നും മൈൻഡ് ചെയ്യാതെ വന്നതുപോലെ തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വർഷ ആ പേപ്പർ എടുത്തു നോക്കിയപ്പോഴാണ് അത് ഡാഡിയുടെ ചെക്കാണെന്ന കാര്യം മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. അവൾ പെട്ടെന്ന് തന്നെ റെക്കോർഡിംഗ് എല്ലാം നിർത്തി പുറത്തേക്ക് ഓടിച്ചെന്ന് ബൈക്ക് എടുക്കാൻ പോയ ശ്രീകാന്തിനെ തടഞ്ഞു. ശ്രീകാന്ത് എന്തായത്, സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിൽ വിളിച്ച് പറയരുത് എന്ന്. ഉടനെ തന്നെ വർഷ തിരിച്ചു ചോദിച്ചു, എന്ത് സംഭവങ്ങൾ, എൻ്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്നിട്ട് പോയതാണോ? ശ്രീകാന്ത് എന്തൊക്കെയായി പറയുന്നത്? അല്ല, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പൈസ ആവശ്യമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ? നിന്റെ അമ്മ എന്തിനാ എനിക്ക് ഇങ്ങനെ ബ്ലാങ്ക് ചെക്കൊക്കെ കൊണ്ടുതന്ന് തരുന്നത്? അപ്പോഴാണ് വർഷക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഓ മമ്മി നേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വെറുതെ സംസാരിച്ചിരുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റ് തുടങ്ങട്ടെ എന്നിട്ട് മതിയെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മമ്മി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ തോന്നി. പക്ഷേ ശ്രീകാന്ത് വിട്ടുകൊടുത്തില്ല. എനിക്ക് സഹായം വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ എല്ലാതും നിന്റെ അമ്മയോട് പറഞ്ഞു പോവാൻ നിൽക്കുന്നത്? അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്, അത് എൻ്റെ അമ്മയല്ലേ, അവരുടെ കാശ് നമുക്കും അവകാശമില്ലേ എന്ന് വർഷ ചോദിച്ചപ്പോൾ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോലും ഞാൻ ഇതുവരെ കാശ് വാങ്ങിച്ചിട്ടില്ല, പിന്നല്ലേ നിന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ആക്രോശിച്ചു. ലോൺ എടുത്താൽ റെഡിയാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമായിരുന്നു, ഇത് നമ്മുടെ ഇടയിലുള്ള കാര്യമാണ്, എന്തിനാ വെറുതെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഈ ഒരു കാര്യം അറിയിക്കുന്നതെന്ന് ചോദിക്കാണ് ശ്രീകാന്ത്. വർഷക്കതൊന്നും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അവൾ ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചിയുടെ അച്ഛനല്ലേ ശ്രുതി ചേട്ടനെ കട തുടങ്ങാനുള്ള പൈസ കൊടുത്തത്, അവർക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ലല്ലോ, പിന്നെ നിനക്കെന്താ ഇത്ര കുഴപ്പം? അത് അവരുടെ വിഷയം, അതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഒട്ടും ഇഷ്ടമില്ല.
ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങണം, എനിക്കത് നിർബന്ധമുണ്ട്. എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ട എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊക്കെ നിനക്ക് എൻ്റെ അമ്മ വന്നപ്പോൾ അവരോട് തന്നെ നേരിട്ട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അവൾ ചോദിച്ചപ്പോൾ നീയല്ലേ നിന്റെ അമ്മയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് അവൻ കുറ്റപ്പെടുത്തി. ഉടനെ വർഷ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് പോലും അമ്മയോട് പൈസ ചോദിക്കാറില്ല, പിന്നെയല്ലേ നിന്റെ ആവശ്യത്തിന്. അവർക്ക് തോന്നിയത് അവർ കൊണ്ടുവന്നു തന്നു, നിനക്ക് വേണമെങ്കിൽ അത് വാങ്ങുക, അല്ലെങ്കിൽ പിന്നെ നീ അതങ്ങ് കീറിക്കളയാ. അതല്ലാതെ എൻ്റെ വർക്ക് സ്പേസിൽ വന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കരുത്. ഇനി മേലാൽ ഇങ്ങനെ എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് ആദിൽ കാത്തിരിക്കാണ് ശ്രുതി വരാൻ വേണ്ടിയിട്ട്. ആദിയുടെ അമ്മ വന്ന് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ടും അവനൊന്നും കേൾക്കുന്നില്ല. അമ്മ വരാതെ ഞാനൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വീടിന്റെ പുറത്തു തന്നെ അവിടെ വാശി പിടിച്ചിരിക്കുകയായിരിക്കും ആദി. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയെ കണ്ടതും ആദിക്ക് വലിയ സന്തോഷമായി. അവൻ ഓടിച്ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു. ശ്രുതി ഹാപ്പി ബർത്ത്ഡേ എന്ന് ആശംസിക്കുന്നു. ആദി അവളുടെ കൈ പിടിച്ച് വീടിനകത്തേക്ക് കയറാണ്. ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മോൾക്ക് വരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. ശ്രുതി പറഞ്ഞിട്ട് എൻ്റെ മകന്റെ പിറന്നാൾ ഞാൻ പിന്നെ വരാതിരിക്കുക അമ്മേ. അപ്പോഴാണ് ആദി പറയുന്നുണ്ട്, അമ്മേ ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എല്ലാവരോടും ഞാൻ പറയും ഇതാണ് എൻ്റെ അമ്മ എന്ന്. ഇത് കേട്ടതോടുകൂടി തന്നെ ശ്രുതിക്ക് ആകെ പേടിയായി. ആരും അറിയരുത് എന്ന് പറഞ്ഞ കാര്യമാണല്ലോ. അമ്മൂപ്പ പറയുന്നുണ്ട്, മോൻ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. മോളെ നിന്നെ പറ്റി തന്നെയായിരുന്നു ഇവന്റെ പറച്ചിൽ മുഴുവൻ. ആദ്യം ഇപ്പോ നീ ആരോടും ഞാൻ അമ്മയാണെന്ന് പറയണ്ട എന്ന് ശ്രുതി ശാസിക്കുമ്പോൾ അവൻ വിഷമത്തോടെ ചോദിക്കുന്നു, അതെന്താ അമ്മേ അങ്ങനെ? എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്, അതുകൊണ്ട് ഇതാണ് എൻ്റെ അമ്മ എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. നമുക്ക് പിന്നെ കാണിക്കാം മോനെ, വേറൊരു ദിവസം കാണിക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ആദ്യം അതിന് സമ്മതിച്ചില്ല. പക്ഷേ ശ്രുതി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇപ്പോ മോൻ പറഞ്ഞ അമ്മക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുണ്ടാവും മോനെ. ആദിക്കത് കേട്ടപ്പോൾ അമ്മയോട് പാവം തോന്നി. ശരി അമ്മേ, അമ്മക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല എന്ന് അവൻ സമ്മതിച്ചു. ശ്രുതി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ആദിക്ക് ഇട്ടുകൊടുത്തു. അത് കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ഞാനിത് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ റൂമിലേക്ക് ഓടി. ശ്രുതിയുടെ അമ്മ മോളോട് പറയുന്നുണ്ട്, അവന്റെ സന്തോഷം കണ്ടോ? നിനക്ക് മാത്രമേ അവന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയുള്ളൂ. ഇനി അവനെ വിട്ട് അവൻ നിൽക്കുമെന്നൊന്നും തോന്നുന്നില്ല. അവൻ വളരുകയാണ്. ഇന്നലെ രാത്രി അവൻ പറയുന്നുണ്ടായിരുന്നു വലുതായിട്ട് അമ്മക്കത് വാങ്ങിക്കൊടുക്കണം, ഇത് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ. അവൻ ഒരുപാടധികം സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നീ എത്ര നാൾ അവനെ ഇങ്ങനെ അകറ്റി നിർത്തും? അവൻ നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന സമയമാണ് ഇതൊക്കെ. അമ്മ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്തിന് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ശ്രുതി ഒഴിഞ്ഞു മാറി. പക്ഷേ അമ്മ വിട്ടുകൊടുത്തില്ല. ഇനി നാളെ അവൻ അവന്റെ അച്ഛനെ പറ്റി ചോദിക്കും, അപ്പൊ നീ എന്തു മറുപടി തരും? അത് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വന്നു. അതിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കാമമ്മേ, എനിക്കിപ്പോ തന്നെ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ കൂടി ഇതും കൂടി എന്നെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ ദേഷ്യപ്പെടാൻ അമ്മയോട്. മോളെ, സത്യം അധികകാലമൊന്നും മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. പിന്നീട് കാണിക്കുന്നത് ആദ്യം പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരികയായിരിക്കും. അപ്പൊ ശ്രുതിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. എൻ്റെ മോൻ എപ്പോഴും സുന്ദരനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കേക്ക് വന്നോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ ആ മോനെ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്ന് അമ്മൂമ്മ മറുപടി നൽകി. എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാമെന്ന് ആദ്യം പറയുമ്പോഴേക്കും അവന്റെ കൂട്ടുകാരും അടുത്തുള്ള ചേച്ചിമാരെല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തി. കല്യാണി, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ. നിന്റെ അമ്മയും മോനും ഇവിടെ ഒറ്റയ്ക്കല്ലേ? നീ ഇവരെയും കൂടി നിന്റെ കൂടെ നിർത്തിക്കൂടെ എന്ന് അയൽക്കാർ ചോദിച്ചു. അത് കേട്ടപ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഇഷ്ടം, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറയും. ആ എല്ലാവരും വന്നില്ലേ, ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ മോളെ, നീ പോയി എടുത്തോണ്ട് വാ എന്ന് പറയണം അമ്മമ്മ. ശ്രുതി അകത്തേക്ക് പോയ സമയം തന്നെ ആദിയുടെ ഫ്രണ്ട്സൊക്കെ അവന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് ആര് വാങ്ങി തന്നതാണ് എന്നൊക്കെ ചോദിക്കും. എൻ്റെ അമ്മ വാങ്ങി തന്നതാണെന്ന് പറയാൻ തുടങ്ങിയ ആദി ശ്രുതിയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, അത് ഇതെന്റെ ചേച്ചി വാങ്ങിച്ചു തന്നതാണെന്ന് പറയും. ആദി കേക്ക് മുറിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് സച്ചിയും രേവതിയും കൂടി ആദിക്കുള്ള പുതിയ ഉടുപ്പുമായി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വരുമ്പോൾ തന്നെ വീട് നിറയെ ആളുകളെ കണ്ട് അത്ഭുതപ്പെട്ടു. സച്ചി ആദിയെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഉമ്മ നൽകി. സച്ചിയെയും രേവതിയെയും കണ്ടതോടു കൂടി തന്നെ ശ്രുതിയുടെ അമ്മ ആകെ ഷോക്കായത് പോയി നിൽക്കുകയാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് അങ്ങ് മാറി ഒളിച്ചു. അവരെ അവിടെ ഒട്ടും തന്നെ ശ്രുതി പ്രതീക്ഷിച്ചിരുന്നില്ല. സച്ചി അകത്തേക്ക് വന്ന് അച്ചമ്മയോട് സംസാരിക്കാണ്. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ വിളിക്കാൻ ഓർത്തതാണ്, പക്ഷേ നിങ്ങളുടെ തിരക്കോർത്ത് വിളിക്കാതിരുന്നതാണ്, അമ്മ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. സച്ചി രേവതിക്ക് സാരി വാങ്ങിക്കൊടുക്കാൻ പോയപ്പോൾ ആദ്യക്കും കൂടി ഡ്രസ്സ് വാങ്ങിച്ചതാണ്. അത് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതൊരു സർപ്രൈസ് ആയി പോയി. കേക്ക് മുറിച്ചിട്ട് പോവാൻ സച്ചി എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മയും ആകെ ടെൻഷനിലാണ്. ആദിക്കും ഒരുപാട് സങ്കടമായി.
കാരണം സച്ചിയും രേവതിയും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ അമ്മ ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്ന് അവന് മനസ്സിലായി. അവൻ സങ്കടത്തോടെ അടുക്കള ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ സച്ചി അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. എല്ലാവരും കൂടി ഒരു സെൽഫി എടുത്തു. എന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് സച്ചി പറയുമ്പോൾ അമ്മൂമ്മ അടുക്കളയിലേക്ക് ഓടി. അവിടെ ശ്രുതി ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല, ഇനി നിങ്ങൾ തന്നെ ആഘോഷിച്ചോ എന്നൊക്കെ അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അമ്മൂമ്മ കത്തിയെടുത്ത് പുറത്തേക്ക് ചെന്നു. നമ്മുടെ കല്യാണി എവിടെയെന്ന് അയൽക്കാർ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഉള്ളിൽ തീ പിടിക്കുന്നുണ്ടായിരുന്നു. സച്ചിക്ക് ആദ്യം എന്തോ വിഷമിച്ചിരിക്കുന്നത് പോലെയും തോന്നി. അവൻ ചിരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിച്ചു. ആദ്യം എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മൂമ്മ പെട്ടെന്ന് അതിനെ തടഞ്ഞു. സച്ചി അമ്മൂമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ട് പോയി. എന്നാൽ ഇതെല്ലാം തന്നെ ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യം എന്തിനാണ് ഇത്രമാത്രം സങ്കടപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ് സച്ചി. അവന് അവന്റെ അമ്മയുടെ ഓർമ്മ വരുന്നുണ്ട്. ആ ചേച്ചിയെങ്കിലും ഇവിടെ വേണ്ടേ? അവരെ വിളിക്കൂ, ഞാൻ സംസാരിക്കാമെന്ന് സച്ചി നിർബന്ധം പിടിച്ചു. അവർ ജോലി തിരക്കിലായിരിക്കുമെന്ന് അമ്മമ്മ പറഞ്ഞിട്ട് പോലും സച്ചി വിട്ടുകൊടുക്കുന്നില്ല. ഈ പ്രായത്തിൽ ആരുമില്ലാത്തതിന്റെ വിഷമം എത്രത്തോളം ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ വിഷമം ഇനി ഒരിക്കലും ആദിക്കുട്ടൻ അനുഭവിക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സച്ചി ഉറപ്പിച്ചു പറയുന്നതോടുകൂടെ തന്നെ ആ അമ്മമ്മ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. ഇനി സച്ചിനെ എന്ത് പറഞ്ഞ് അവിടെ നിന്നും ഒഴിവാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതിയും ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.